കണ്ണൂർ പന്നേൻപാറയിൽ ട്രെയിൻ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലും ഞെട്ടലിലുമാണ് പവിത്രൻ. ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ട്രാക്കിന് നടുവിൽ കിടന്നാണ് പവിത്രൻ അപകടം ഒഴിവാക്കിയത്. മദ്യപിച്ചിരുന്നില്ലെന്നും ഇത് രണ്ടാം ജന്മമാണെന്നും പവിത്രൻ പറഞ്ഞു. അർജുൻ കല്യാൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന, അല്ലെങ്കിൽ അത്ഭുതകരമായി ഒരു ട്രെയിൻ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ട്രെയിൻ വന്നതിൻ്റെ ഭാഗമായി അവിടെ ട്രാക്കിൽ കിടക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. പന്നേൻപാറയിലുള്ള പവിത്രേട്ടൻ. പവിത്രേട്ട ഒരു രണ്ടാം ജന്മം തന്നെ പറയാമല്ലോ. സത്യത്തിൽ രണ്ടാം ജന്മമാണ്. എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോൺ വിളിച്ചിട്ട് വരുവാ, കുട്ടികൾ വിളിച്ചതാ. അപ്പോൾ ഫോൺ വിളിച്ച് വരുമ്പോൾ വണ്ടിൻ്റെ ശബ്ദം കേട്ടില്ല. അപ്പോൾ ഫോണിലായി പോയി, ലയിച്ചു പോയി. അപ്പോൾ പെട്ടെന്ന് വണ്ടി മുന്നിൽ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രക്ഷയില്ല, അങ്ങ് കടന്നു. എങ്ങോട്ടാ, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ അല്ലെങ്കിൽ ഒന്നും ഒരു പിടിയുമില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ വീണു, അവിടെ നിന്നു. ഇതെങ്ങനെയാ ഈ ട്രാക്കിന് താഴെ കിടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളത് എങ്ങനെയാ മുമ്പേ അറിയായിരുന്നോ? അല്ലല്ല, അതൊന്നും അറിയില്ല. ഇത് പെട്ടെന്നൊരു തോന്നി അങ്ങ് കടന്നു. അതല്ലേ, ഇത് കണ്ടിട്ടിപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട്. ആരാ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നിട്ട് പോയി. ഓരോ ആൾക്കാർ എല്ലാവരും വിളിച്ചു. ഈ ട്രാക്കിലൂടെ വരുമ്പോ എപ്പോഴെങ്കിലും ഇതേപോലെ ഫോണിൽ വിളിക്കുക അങ്ങനെ അനുഭവങ്ങൾ മുമ്പ്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇത് പെട്ടെന്ന് സംഭവിച്ചത്. ഇത് ഒരാൾ വീഡിയോ എടുത്തില്ല, അതെങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അതിനുശേഷം വീഡിയോ കണ്ടോ? ഇല്ല. ആ വീഡിയോ കണ്ടോ? നമ്മൾ ആകെ ബേജാറായി പോയി, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കെന്നെ തിരിഞ്ഞില്ല. വീഡിയോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലും പിന്നെ ചാനലിലും എല്ലാം വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കുറേ ആൾക്കാർ കണ്ടിട്ട് ഇപ്പം നമ്മളോട് പറയാണ് ഈ പിന്നെ എന്താ ഇങ്ങനെ ആരാ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പവിത്രേട്ടൻ ഒറ്റക്കാണ് ഇവിടെ താമസം? ഒറ്റക്കാണ് താമസം. അതല്ലേ, ഈ കുറെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നത് ഇത് പിന്നെ അയാള് പിന്നെ കള്ളു കുടിച്ചിട്ടുണ്ട് അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ കള്ളു കുടിക്കില്ല. സ്കൂൾ ബസ്സിൽ ജോലി ചെയ്യുന്നതാണ്, അതിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്, കുട്ടികളായിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയൊരു രണ്ടാം ജന്മം തന്നെ പറയാല്ലേ. നമുക്ക് രണ്ടാം ജന്മം തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ഒരു ഭാഗ്യം നമുക്ക്. ഈ ട്രെയിന് പോയതിന് ശേഷം അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് കുറേ സമയം കിടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര ബേജാറ് അടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും തോന്നിയില്ല. പോയതിനു ശേഷം അപ്പൊ തന്നെ നടന്നു ഇങ്ങോട്ട് വന്നു. ഇതിങ്ങനെ വീഡിയോ എടുത്തൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ സമയത്ത് ആരും ഉണ്ടായില്ല. പവിത്രേട്ടൻ എന്താ രണ്ടാം ജന്മം എന്ന് തന്നെ സത്യത്തിൽ പറയാം. വലിയ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്താ ഒരു ഭാഗ്യം കൊണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന വളരെ അപൂർവമാണ്. പെട്ടെന്നൊരു സംഭവം, ഒരു ദുരന്തം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ചില സമയത്ത് നമുക്ക് തോന്നൂല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വഴി മുന്നിൽ കാണുകയാണ്. അങ്ങനെ റെയിൽവേ ട്രാക്കിൽ കിടന്നു. അത്ഭുതകരമായാണ് പവിത്രേട്ടൻ രക്ഷപ്പെടുകയും ചെയ്തത്. എന്തായാലും ആശ്വാസകരമായി, മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് വളരെയധികം ആശ്വാസവുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.